ഹേ ഉലകമേ, ഞാനാണ് നിങ്ങളോട് വിട്ടുവിട്ടേൻ. ഇന്നത്തെ എന്റെ ഡ്രസ് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ? അപ്പ അമ്മയുടെ ആഗ്രഹമല്ലേ ഞാൻ എന്നെ സാധിച്ചു കൊടുക്കാൻ വിചാരിച്ച് ഈ കൊടിഞ്ചൂടെ തീ ഉൾമുണയൊക്കെ കിട്ടി എന്നിട്ട് കിടത്തിയിട്ട് വന്നു. എനിക്ക് പറ്റുന്നില്ല, ചൂടേ. അമ്മ അങ്ങനെ ചെയ്യുന്ന, അപ്പ ഇങ്ങനെ ചെയ്യുന്ന. ഓ, എനിക്കാണേ തീരെ തീന് തുണി ഒന്നില്ലാതെ കിടക്കണം. അതാണ് വിശ്വത. ഇനി ജീവിതകാലം എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതല്ലേ, അപ്പൊ അവരുടെ ആഗ്രഹം ഞാനും കൊടുക്കാൻ വിചാരിച്ചു. അത് അപ്പ അങ്ങ് മുതലെടുക്കുവാണെന്ന് തോന്നുന്നു. ഓരോ സാധനം അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു. എനിക്കാണായിട്ട് ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതിനിടയിലൂടെ അമ്മ വന്ന് എന്റെ കഴുത്തിലും തടയിൽ അനുകൂലിച്ച് ഇറുക്കി വെച്ച് നേരെ സ്ട്രൈറ്റിനെ പിടിക്കുക. എനിക്കാണെങ്കിലേ ഇതാണ് കംഫർട്ട്. അതിന്റെ ഇടയിൽ അപ്പ ഓടക്കുഴലൊക്കെ കൊണ്ട് എന്റെ തരുക. അപ്പോഴും വിചാരിച്ച് ഞാൻ അതൊക്കെ പിടിച്ച് കൃഷ്ണനെ പോലെ നിൽക്കുമെന്ന. ഏവടാ, എനിക്കിതൊന്നും വേണ്ട, എനിക്കിങ്ങനെ കിടന്നാ മതി. അതിന്റെ ഇടയിൽ എന്റെ മുണ്ടൊക്കെ പൊക്കി എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഈ അപ്പേ അതൊന്നും ചെയ്യില്ലേ, അതൊക്കെ കാണും എന്റെ എല്ലാം. ഓ, എപ്പയെ കൊണ്ട് പറഞ്ഞ് തോച്ചിനെ. അതെനിക്ക് വേണ്ടപ്പേ, അതെനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്റെ കാളമുണ്ട്, അത് കൃഷ്ണൻ പിടിച്ചോട്ടെ, എനിക്ക് വേണ്ട. ഇതിനിടയിൽ അഭീമയുണ്ട്, അഭീമ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പപ്പ എന്റെ നല്ലോണം ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ടു. അതിന്റെ ഇടയ്ക്കൂടെ അമ്മ ചെയ്യുന്ന പണിയണ്ട. എന്റെ അമ്മിനെ മറക്കാൻ വേണ്ടി കൊന്നപ്പൂക്കളും കൊണ്ട് പൂക്കളിടുക. എനിക്കാണേലും ഉറക്കം വന്നിട്ടാണേലും മേല കറിയാൻ നിന്നാലേ ഇവരെന്തിനു ചെയ്യത്തുള്ളേ. പിന്നെ ഞാനങ്ങ് കരഞ്ഞ് അതങ്ങ് അവർക്ക് മനസ്സിലായി. അപ്പൊ എന്റെ തുണിയെ കഴിച്ചു മാറ്റി എന്നെ അങ്ങ് സ്വതന്ത്രനാക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും ദേണ്ട് ഏർപ്പെടെ അടുത്തവർ അണം കൊണ്ട് വന്നിരിക്കുക. പൂക്കളം കൊണ്ട് എന്റെ ശുദ്ധമുണയൊക്കെ മറച്ച് അവർ ഫോട്ടോ എടുക്കുക. ഇനിയും പിടിച്ചതൊക്കെ എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ അങ്ങ് ഒഴിച്ചു. അപ്പഴ വിചാരം തീർത്തോണമ്മ. പിന്നെ എനിക്കൊന്നും നോക്കണ്ട, ഒരേ കരച്ചിന്. അപ്പം എന്നെ എടുത്തേ ഫോട്ടോസും വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്, എല്ലാവരും കാണണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.